ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ടും മിക്ക ആളുകളും വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് എന്തെല്ലാമാണ്, അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മറ്റ് മിസ്റ്റേക്കുകളൊന്നും കറക്റ്റ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് പേര് ഒരുപാട് രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തിയതായിട്ടും അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന്. ഇപ്പൊ പലരും ഏറ്റവും ആദ്യം ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ലൈവ് ഫോട്ടോഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്കുകളാണ്. ഈ ലൈവ് ഫോട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ മിക്കവരും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തി അപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ആയി എന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ലൈവ് ഫോട്ടോഗ്രാഫുമായിട്ട് എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കുക. അതിൽ പറയുന്നുണ്ട് നമ്മൾ ആ ഒരു ലൈവ് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ഓക്കെ ഗ്രീൻ കളർ ലൈറ്റ് വന്നു, അവരത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒരു ലൈവ് ഫോട്ടോ ആക്സെപ്റ്റ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലരുടെയും ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു, സാർ ഞാൻ ഈ രീതിയിലുള്ള ഫോട്ടോ ആണ് അയച്ചു കൊടുത്തേക്കുന്നത്. അതിൽ ഒബ്ജക്റ്റുകൾ വരെ കയ്യിലുണ്ട്, ബാക്ക്ഗ്രൗണ്ടുകളിൽ ഒബ്ജക്റ്റുകൾ ഉണ്ട്. RRB പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല അവരാരും ഫോട്ടോ എടുത്തേക്കുന്നത്. ബാക്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പ്രോപ്പർ ആയിട്ട് ലൈറ്റ് ഫ്രണ്ടിൽ വന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ആ ഒരു ലൈവ് ഫോട്ടോ ക്യാപ്ചറിൽ എന്തെങ്കിലും എറർ കൊണ്ടൊക്കെ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് നമ്മുടെ ഫേസിൽ ലൈറ്റ് വരുമ്പോഴോ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ഫേസ് ക്യാപ്ചർ ആവുന്നതുകൊണ്ട് ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ഫോട്ടോ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ റീകറക്ഷൻ, അതായത് അവരൊന്ന് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ അല്ലാതെ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ ഒന്നും പാലിച്ചിട്ടില്ല എന്നാണെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ആയി പോകും. സോ ലൈവ് ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാത്തവരാണ് നിങ്ങൾ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ ലൈവ് ഫോട്ടോഗ്രാഫിന്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം. അതിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് പ്രോപ്പർ ആയിട്ട് ലൈവ് ഫോട്ടോഗ്രാഫ് അപ്ഡേറ്റ് ചെയ്യുക. കറക്ഷൻ വിൻഡോയിൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യം. അടുത്തത് സോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിസ്റ്റേക്കുകളാണ്. പലരും ആദ്യമേ തന്നെ ഒരു സോൺ കൊടുത്തു, പിന്നീടാണ് മനസ്സിലായത് വേറൊരു സോൺ ആയിരുന്നു നല്ലത്. അപ്പോൾ സോൺ മാറ്റി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇനി ഏത് 2 സോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രിഫറൻസ് വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഓപ്ഷനുകളൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി ഒരു തവണ സോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ കറക്ഷൻസ് ഒന്നും പോസിബിൾ അല്ല. സോ സോണിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ സോൺ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് ഫോട്ടോഗ്രാഫ് പോലെ തന്നെയാണ് സിഗ്നേച്ചറും. സിഗ്നേച്ചറിലും നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പലരും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നേച്ചർ അല്ല അപ്ലോഡ് ചെയ്തേക്കുന്നത്. അവർ റഫ് ആയിട്ടൊക്കെ അതായത് അവരുടെ പ്രോപ്പർ സിഗ്നേച്ചർ പ്രോപ്പർ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അത് അങ്ങനെ ചെയ്തവരാരെങ്കിലും ഉണ്ട് എന്നാണെങ്കിൽ ഒന്നും കൂടി പ്രോപ്പർ ആയിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ കറക്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് തിങ് ആണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് പലരും ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു സംഭവമാണ്, SSLC സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽ എന്താണോ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതുപോലെ തന്നെ വേണം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്യാൻ. പക്ഷേ പലരും ഇപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാത്തവരുണ്ട്, ഫാദേഴ്സ് നെയിം പ്രോപ്പർ ആയിട്ട് മിസ്റ്റേക്സ് വരുത്തിയവരുണ്ട്, ഇനീഷ്യൽസിന് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ആ ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫാദറിന്റെ നെയിം ആണെങ്കിലും ശരി, ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും ശരി, ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. പക്ഷേ കുറേ ഡീറ്റെയിൽസ് നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ട് കറക്ഷൻ വിൻഡോയിൽ കറക്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ എന്തായാലും കറക്റ്റ് ചെയ്തെടുക്കുക. ചെറിയ എക്സ്ട്രാ ഒരു പേയ്മെന്റ് കൂടി കൊടുക്കേണ്ടി വരും. കറക്ഷൻ വിൻഡോയ്ക്ക് 250 രൂപ എന്താണെന്ന് തോന്നുന്നു. ആ ഒരു പേയ്മെന്റ് കൂടി അടച്ചതിന് ശേഷം നിങ്ങൾ കറക്ഷൻ വിൻഡോ വരുമ്പോൾ കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യത്തിൽ പലർക്കും ഒന്നാമത്തെ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ സർട്ടിഫിക്കറ്റുകളൊക്കെ, അതായത് ഈ നമുക്കറിയാം OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 1 വർഷമേ വാലിഡിറ്റി ഉള്ളൂ. EWS ആണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ബേസ് ചെയ്തിട്ടുള്ള EWS സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ പലരും പണ്ടത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ വരുമ്പോൾ ഈ ഒരു സാധനം കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മറ്റൊരു ഓപ്ഷനും കൂടി ഉള്ളത്, പലരും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്തത്, അതായത് ഞാൻ അപ്ലൈ ചെയ്തു കിട്ടാൻ വൈകുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം നിങ്ങൾ ആപ്ലിക്കേഷൻ ഡേറ്റിന് മുന്നേ ആയിട്ട് പഴയ സർട്ടിഫിക്കറ്റ് നമ്പർ വെച്ച് അങ്ങ് അപ്ലൈ ചെയ്തിട്ടോ. എന്നിട്ട് കറക്ഷൻ വിൻഡോ വരുമ്പോഴേക്കും നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻ കിട്ടുമല്ലോ. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു കറക്റ്റ് ചെയ്തെടുത്താൽ മതി. മനസ്സിലായല്ലോ? അതായത് ശരിക്കും പറഞ്ഞാൽ കറക്ഷൻ വിൻഡോയുടെ ആ ഒരു വിൻഡോ നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ തെറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണെങ്കിൽ പഴയ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കറക്ഷൻ വിൻഡോ ഒരു 2-3 ദിവസത്തിന് ശേഷം ഓപ്പൺ ആവും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ഒരു 3-4 ദിവസം കൂടി കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്തിട്ട് പുതിയ സർട്ടിഫിക്കറ്റിന്റെ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമ്മുടെ കയ്യിലുണ്ട്. സോ തെറ്റുകൾ വരുത്തിയിട്ടുള്ളവർ മാക്സിമം കറക്ഷൻ വിൻഡോ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ ഉള്ളൂ. മറ്റു കാര്യത്തിലൊക്കെ ഇപ്പോൾ സ്വന്തം പേരിലൊക്കെ തെറ്റ് വരുത്തിയവരാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ സോണിന്റെ കാര്യത്തിലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കറക്ഷൻ വിൻഡോയിൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എങ്ങനെയാണ് നമുക്ക് കറക്ഷൻ വിൻഡോ വഴിയിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാമെന്ന്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സകല വീഡിയോസും കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനി മുതൽ ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ കറണ്ട് അഫെയറിന്റെ മന്ത്ലി ആയിട്ടുള്ള നല്ല അടിപൊളി മാഗസീൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇനി അവൈലബിൾ ആയിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഡെയിലി ഫ്രീ ക്ലാസ് നോട്ട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. സോ ടെലിഗ്രാം ചാനലിൽ കൂടി എല്ലാവരും പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് എന്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ അവിടെയും കിട്ടുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പഠനത്തിന്റെ കാര്യത്തിലും കൂടി ശ്രദ്ധിക്കണം. സോ നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഇപ്രാവശ്യം ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ബാച്ച് അഗ്നി ബാച്ച് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്നി ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്ത ഒരു ബാച്ചാണ്. നമ്മൾ പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രം ബേസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും അഗ്നി ബാച്ച്. ഏകദേശം ഒരു എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ഒരു ലെങ്ത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ബേസിക് കാര്യങ്ങൾ മാത്രം അറിഞ്ഞു പോയാൽ മതി. അതുപോലെ ഒരുപാട് ടോപ്പിക്സ് അനാവശ്യമായിട്ട് സിലബസ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, നമുക്ക് ചോദിക്കാറ് പോലും ഇല്ല. അപ്പോൾ ആ ഒരു ടോപ്പിക് പഠിക്കാൻ നിങ്ങളൊരു 2-3 ദിവസമൊക്കെ മെനക്കെട്ടാലും ചിലപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ പോലും വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടില്ല. സോ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ജി കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സസും അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല രീതിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാത്സ് ക്ലാസ്സസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ 8281223366 എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിലും ശരി, ഈ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ താഴെ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്പ് കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ക്ലാസ്സസും അതുപോലെ തന്നെ നോട്ട്സും ഈ അഗ്നി ബാച്ചിന്റെ ക്ലാസ്സും നോട്ട്സും ഒക്കെ കാണാനായിട്ട് പറ്റും. അതൊന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പക്കയായിട്ട് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് മലയാളത്തിലുള്ള നോട്ടുകളാണ് തരുന്നത്. PPT അല്ല, പക്ക നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലാസ്സസ് ഇംഗ്ലീഷ് മലയാളത്തിൽ അവൈലബിൾ ആണ്. എന്ത് സാധനവും നിങ്ങൾക്ക് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ലാത്ത രീതിയിൽ ഇവിടെ വന്നിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഫാക്കൽറ്റീസിന്റെ വീക്കിലി ആയിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻ, മോട്ടിവേഷൻ സെഷൻ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടുന്നത് കൂടിയാണ്. അപ്പോൾ പഠനം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.